ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. അങ്ങനെ നിലമ്പൂർ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഇനി ആരാണ് വിജയിക്കുന്നതെന്ന് കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. ശക്തരായിട്ടുള്ള 3 മത്സരാർത്ഥികളായിരുന്നു നമ്മുടെ PV അൻവർ, അതുപോലെ തന്നെ ആര്യാട് ഷൗക്കത്ത്, സ്വരാജ്. ഇനിയിപ്പോൾ ഇവരിൽ ആരാണ് ഇനി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സാവകാശമുണ്ട്. പക്ഷെ BJP അവിടെ എടുത്ത നിലപാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കാരണം അവിടെ മത്സരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയായിരുന്നു ആദ്യം എടുത്തൊരു നിലപാട്. എന്നാൽ അവിടുത്തെ BJP പ്രവർത്തകരുടെയും ഹിന്ദു മഹാസഭയുടെയൊക്കെ സമ്മർദ്ദം കൊണ്ട് അവിടെ ഏതോ ഒരാളെ കൊണ്ടുപോയി ഇലക്ഷൻ കൊണ്ട് നിർത്തി. അതിനെതിരായിട്ട് നമ്മുടെ തോക്കുസ്വാമി ഹിന്ദു മഹാസഭ എന്നും പറഞ്ഞുകൊണ്ടുവന്ന് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടിട്ടു. അവസാന ആ സ്ഥാനാർത്ഥി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. BJPക്ക് എതിരായിട്ടാണ് തോക്കുസ്വാമി രംഗത്തേക്ക് വരുന്നത്. കാരണം ഇവിടുത്തെ ഹിന്ദുക്കളെ ഇവർ വഞ്ചിക്കുകയാണ്, ഇവർ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തോക്കുസ്വാമി രംഗത്ത് വന്നത്. ഇന്ന് രാവിലെ ഞാൻ കണ്ടിട്ടുള്ള 2-3 പോസ്റ്ററുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളുടെ ഒന്ന് ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. രാജ്ഭവനിൽ മാത്രമല്ല 2-3 വർഷം കഴിഞ്ഞാൽ കിപ്പ് ഹൗസിലും ഭാരതാംബയെ കാവിക്കൊടിയും ഉയരും, പറഞ്ഞത് നമ്മുടെ ഉള്ളിച്ചേട്ടൻ. കാരണം ഉള്ളിച്ചേട്ടന് ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. കുറേ നാൾ കേരളത്തിൻ്റെ തലപ്പത്ത് വന്നിരുന്നെങ്കിലും കുടുംബവും മകനും ചുറ്റുപാട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ നല്ല രീതിയിൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതല്ലാതെ BJPക്ക് ഇയാളെ കൊണ്ട് കേരളത്തിലൊരു ഗുണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. ഇന്ന് രാവിലെ മറ്റൊരു വേട്ടാവളിയും പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇന്ത്യയുടെ ദേശീയ പതാക കാവിയാക്കണം, കോൺഗ്രസ് പച്ച പതാക ഉപയോഗിക്കട്ടെ, N ശിവരാജൻ. ഈ ശിവരാജൻ ഉണ്ടല്ലോ, നമ്മുടെ ശിവൻകുട്ടിയെ കുറിച്ചിട്ടും ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഈ BJPക്കകത്തുള്ള അല്ലെങ്കിൽ RSSനകത്തുള്ള ഒരുത്തനും തലയ്ക്കകത്ത് ബോധമില്ല, വെളിവും പൊക്കണവും ഇല്ലാതെയാണ് ഇങ്ങനെ ഓരോ അസംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റീഫൻ പറഞ്ഞിട്ടുള്ള ആ ഡയലോഗാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഏതാ? അതിന് നിന്റെ തന്തയല്ലല്ലോ ഈ ഞങ്ങൾ ഇന്ത്യക്കാരുടെ തന്തയെന്ന് പറയാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഒരു വ്യാമോഹം അങ്ങ് മനസ്സിലിരിക്കട്ടെ. കാരണം ഇവനെല്ലാം ശരിക്കും പറഞ്ഞാണല്ലോ പ്രായമൊക്കെ ഇത്രയായി, ഇനിയിപ്പോൾ ഒതുങ്ങിക്കൂടി എവിടെയെങ്കിലും ഏതെങ്കിലും മൂലക്ക് കയറി ഇരിക്കേണ്ടതിന് പകരം ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ ശുദ്ധ അസംബന്ധവും വിഡ്ഢിത്തരവും ഒക്കെ ഇങ്ങനെ അങ്ങ് വിളമ്പിക്കൊണ്ട്. കാരണം ഈ വിഡ്ഢിത്തരവും അസംബന്ധവും പറയലൊക്കെ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ മെയിൻ അജണ്ടയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എന്താണേലും ഉള്ളിച്ചേട്ടനും BJPയുടെ പല നേതാക്കന്മാരും മാധ്യമങ്ങളിൽ വന്നിട്ട് പല രീതിയിലുള്ള ഗീർവാണങ്ങൾ ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ തോക്കുസ്വാമിയുടെ ഒരു എൻട്രി. അപ്പോൾ തോക്കുസ്വാമി ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാവരും ഒന്ന് കേൾക്കണം. കേട്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കാം. അപ്പം നേരെ വീട്ടിലേക്ക് പോവാം. ഇവര് രാവിലെ ഗോമാതാ കി ജയ് എന്ന് വിളിക്കും, വൈകിട്ട് സുരേന്ദ്രനൊക്കെ ചെന്നിട്ട് 2 ബീഫ് റോസ്റ്റ് മേടിച്ച് തിന്നും. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്നത് എന്താണ്? ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചിട്ട് ഇവരെന്താ ചെയ്യുന്നത്? സ്വന്തം അമ്മേനെ ഓൾഡ് ഏജ് ഹോമിലാണ് പിക്കവരും കൊണ്ടിട്ടിരിക്കുന്നത്. ഒരു മാതൃസ്നേഹമില്ല, മാതൃത്വത്തിനോട് ബഹുമാനമില്ല, സനാതനധർമ്മം എന്താണെന്ന് അറിയില്ല. ഇപ്പൊ നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെത്ര പേര് ഇവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നു, സംസാരിക്കുന്നു, പ്രതികരിക്കുന്നു? ചെയ്യില്ല. ഇവർക്ക് മോദിജിയുടെ ചിത്രം വേണം, അവിടെ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വേണം, ഇവിടെ വന്നിട്ട് ഡീല് നടത്തണം. അതുപോലെ ഇപ്പൊ ഈ കൊടകരയിലെ കുഴൽപ്പണം കൊണ്ടുപോയ വിഷയവും അതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഒട്ടനവധി കേസുകൾ ഇപ്പൊ CPMകാർക്ക് ഒരുപാട് കേസുണ്ട്. അത് സെൻട്രൽ ഏജൻസി അന്വേഷിക്കുന്നതുണ്ട്. ലോക്കലി അത് BJPക്ക് എതിരെയുള്ള കേസുകൾ സ്റ്റേറ്റ് പോലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്കിടയിൽ ഒരു ഡീല് നടത്തിയാൽ മാത്രമേ ഇവർക്കൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇവരൊക്കെ നമ്മളെ പോലെ എതിർത്ത് സംസാരിക്കും ആരെങ്കിലും? അല്ലെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയം കണ്ടിട്ടില്ലേ? DMK ADMK എന്ന് പറഞ്ഞാൽ മുഖാമുഖം നോക്കത്തില്ല. അവരുടെ രാഷ്ട്രീയ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കും. പക്ഷെ ഇവർ വരുമ്പോൾ രാത്രി ഇവരെല്ലാവരും ഒരുമിച്ച് വട്ടമേശ സമ്മേളനം സ്മോൾ അടിയാണ്. PV അൻവർ ആണല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പിന് കാരണക്കാരൻ. അദ്ദേഹം എത്ര വോട്ട് നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? PV അൻവർ അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹം ഓരോരുത്തരടുത്ത് ഓരോന്ന് പറയുന്നു. പബ്ലിക്കിൽ 75,000 വോട്ട് നേടുമെന്ന് പറയുന്നു. രഹസ്യമായിട്ട് മാധ്യമ പ്രവർത്തകരടുത്തും ജനങ്ങളുടെ അടുത്ത ആൾക്കാരുടെ 25,000 വോട്ട് നേടുമെന്ന് പറയുന്നു. അദ്ദേഹം എന്ത് നേടിയാലും അദ്ദേഹത്തിന് ഇനിയൊരു റെസ്റ്റിന്റെ ആവശ്യമാണ്. അദ്ദേഹത്തിന് നല്ല ഒരു ഓറ ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ശരീരത്തിനൊക്കെ ഒരു റെജുവിനേഷനും ഇതൊക്കെ ആവശ്യമായ ഒരു ടൈമാണ്. അദ്ദേഹം ലെറ്റ് ഹിം ടേക്ക് റെസ്റ്റ്, അതേ ഫോർ എ വൈൽ, അറ്റ്ലീസ്റ്റ് ഫോർ എ വൈൽ. കാരണം അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തൊക്കെയാണെന്ന് പറയുന്നതെന്ന് ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഈസ് ഫ്രസ്ട്രേറ്റഡ് ലൈക്ക് എനിത്തിങ്, ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി. അപ്പോൾ അദ്ദേഹം കാരണമാണ് ഇത് ഇലക്ഷൻ വന്നത്, ശരിയാണ്. അത് എന്തോ അങ്ങനെ അദ്ദേഹത്തിൽ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്നും ജനങ്ങൾക്കറിയാമല്ലോ. എങ്കിലും അദ്ദേഹം എത്ര വോട്ട് നേടുന്ന ഒരു നിരീക്ഷണമുണ്ടോ? ഞാൻ അങ്ങനെ ഒരു ഇലക്ഷൻ വോട്ട് പ്രവചനക്കാരനല്ല. പക്ഷെ ജനറലി പ്രെഡിക്റ്റ് ചെയ്യുന്നല്ലാതെ അങ്ങനെ പ്രൊഡിക്ട് ചെയ്താൽ ഒരു 20,000 വോട്ട് പിടിക്കും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ 15,000? ഇവിടുത്തെ ആൾക്കാർ പിള്ളേർ പറയട്ടെ, ഇവിടുത്തെ പിള്ളേരല്ലേ എത്ര കിട്ടുമോ അൻവറിനോട്ട്? അൻവറിന്റെ വോട്ടിനേക്കാളും കൂടുതൽ ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് BJPക്ക് എത്ര വോട്ട് കിട്ടും എന്നുള്ളതാണ്. BJP ഇവിടെ BDJസിനെക്കാളും താഴെ പോയി കഴിഞ്ഞാൽ
ഇത് BJPയുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന്, അല്ലെങ്കിൽ BJP ഇവിടെ ജനങ്ങളെ നയിക്കാൻ യോഗ്യരാണോ ഇല്ലെന്ന് ജനം തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. അത് മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പോഴും പറഞ്ഞു, ഞാനിവിടെ ഫൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഫൈറ്റ് ചെയ്യുന്നത് BJPയുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാനും ഇവിടെ സനാതനധർമ്മം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാനും RSS പോലുള്ള പ്രസ്ഥാനങ്ങളുടെ മഹത്വം എന്താണ് എന്ന് ജനങ്ങളെ അറിയിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ്. ഇത്തവണ വോട്ട് വളരെ താഴെ പോകും, ഉറപ്പായിട്ടും താഴെ പോകും. BJP വോട്ട് എങ്ങനെ വോട്ട് കിട്ടുമെന്ന് പറയാം. പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. ഇവിടുത്തെ ആൾക്കാരെ അവഗണിച്ചിട്ട് പോയല്ലേ ഇവിടുത്തെ. അതുകൊണ്ടാണല്ലോ ഹിന്ദു മഹാസഭയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയെ വെക്കേണ്ടി വന്നത്. അതിന് നിർബന്ധിതരായ എന്തുകൊണ്ടാണ്? ഇവിടെ ഇവരെ അവഗണിച്ചതുകൊണ്ടാണ്. അത് ഭരതേട്ടനും വേണുഗോപാൽജിയൊക്കെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ഒരു നാട്ടിൽ ഇവിടെ എപ്പോഴും BJPക്ക് ഒരു ഹിന്ദു മുഖം വേണം എന്നായിരുന്നു. അതും RSS പാരമ്പര്യമുള്ള. ഇവരെന്താ പറഞ്ഞത്? താല്പര്യമില്ല എന്ന് പറഞ്ഞ് മത്സരിക്കാം. അപ്പൊ അങ്ങനെ താല്പര്യമില്ലാത്ത നാട്ടിലെ ജനങ്ങളെ വോട്ട് കൊടുക്കും. ഇപ്പൊ തന്നെ ഇലക്ഷന് കുമ്മന രാജശേഖരൻ ഇവിടെ മത്സരിക്കാൻ നിൽക്കുന്ന അതേ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട്, മോഹൻ ജോർജിന് വേണ്ടിയിട്ട് അദ്ദേഹം പരിപാടിക്ക് വന്നപ്പോൾ മൈക്ക് സെറ്റുകാരനടക്കം 12 പേരായിരുന്നു ഉണ്ടായത്. പിന്നെ 4 ഒടിഞ്ഞ കസാരയും. അപ്പൊ ഇത് വെച്ചിട്ട് ഒരു സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ പോരെ. ഞാൻ അപ്പോഴും പറഞ്ഞു, ഇവിടുത്തെ സംഘം ഓൾറെഡി ഇവരുടെ ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ബാക്കിയുള്ളവരൊന്നും, യഥാർത്ഥ സ്വയംസേവകരൊന്നും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹിന്ദുക്കൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇവർക്ക് ആരെ? പിന്നെ ഇവര് കാട്ടിലാണോ വല്ലോ വോട്ട് ഇത് എടുക്കാൻ പോയിരുന്നെങ്കിൽ കുറെ കടുവയുടെയും മാന്റെയും പുലിയുടെയും കുരങ്ങന്റെയും ഒക്കെ വോട്ട് ചിലപ്പോൾ അത് എക്സ്ട്രാ കിട്ടിയെന്ന് വരും. അല്ലാതെ ബുദ്ധിയും ബോധമുള്ളവര് കേരളത്തിൽ ഇവർക്ക് വോട്ട് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കേട്ടല്ലോ അല്ലേ, നമ്മുടെ തോക്കുസ്വാമിയാണ് BJPക്കെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. ഇപ്പൊ നിലമ്പൂര് ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. നിലമ്പൂർ ആദ്യം വേണ്ട എന്നൊക്കെയായിരുന്നു BJP പറഞ്ഞിരുന്നത്. പക്ഷെ അത് പിന്നീട് അത് വലിയൊരു വിഷയമായി മാറിയപ്പോഴത്തേക്കാണ് അവിടെ സ്ഥാനാർത്ഥിയെ കൊണ്ടിട്ടത്. നമ്മുടെ ഗോപാലൻ, ഒട്ടകം ഗോപാലൻ വരെ വന്നു കിടന്നുകൊണ്ട് തുള്ളിച്ചാടി മറിയുന്ന ആ ഒരു സംഭവമൊക്കെ നമ്മൾ അവിടെ കണ്ടായിരുന്നു. തോക്കുസ്വാമി എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ BJPക്ക് എതിരായിട്ട് നിൽക്കണം. കാരണം ഈ ഹിന്ദു മഹാസഭ എന്ന് പറയുമ്പം കുറച്ചും കൂടെ ഒരു മുന്തിയ ഐറ്റമാണ്. ഈ സാധനത്തിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. എപ്പോഴാണ് സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത ചില വ്യക്തിത്വത്തിന് ഉടമകളാണ് ഇവരെല്ലാം. ഇപ്പം പാലക്കാടുള്ള ഈ ഒരു നരബാധിച്ച ആ ഒരു വടുകളവൻ പറഞ്ഞിട്ടുള്ളത് കേട്ടല്ലോ, നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിക്കാത്ത ഈ വൃത്തികെട്ട നാറികളെ കേരളത്തിലെ പൊതുസമൂഹം അകറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സുന്ദരമായിട്ടുള്ള ഈ കേരളം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ നമ്മൾ അഹങ്കരിച്ച് പറയാറുള്ള ഈ ദൈവത്തിന്റെ സ്വന്തം നാട് ഇവര് ചെകുത്താന്റെ നാടാക്കി മാറ്റാനായിട്ടുള്ള ഒരു ശ്രമമാണ്. പക്ഷെ അത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹൈന്ദവർ അതിനെ അനുവദിക്കത്തില്ല എന്നുള്ള നല്ല ആത്മവിശ്വാസം നമുക്കുണ്ട്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുപോലെ ഊളത്തരവും ഇതുപോലെ വിഡ്ഢിത്തരവും ഒക്കെ വിളിച്ചു പറയുന്ന ഈ പോഴന്മാരുടെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു വിഴുപ്പ് പാണ്ഡമായിട്ട് കേരളത്തിലെ BJPയും അല്ലെങ്കിൽ കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇതിനകത്ത് തന്നെ അടി പല വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനകത്തേക്ക് ബാക്കിയുള്ള ആൾക്കാർ കയറി ഇനി കുളവാക്കേണ്ട കാര്യമില്ല. അവർ തന്നെ അത് കുളവാക്കി വെച്ചോളും. കാരണം ഇപ്പോൾ കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്നത് അത്രത്തോളം ബുദ്ധിമാനായിട്ടുള്ള ഒരു മഹാവീര കുണ്ടല പ്രഭു ആണല്ലോ അല്ലെ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും